അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസി സമൂഹം പുതിയൊരു വർഷത്തിലേക്ക് കൂടെ കടന്നിരിക്കുകയാണല്ലോ. മറ്റു അറബി മാസങ്ങളെക്കാൾ മുഹറം മാസത്തിന് പ്രത്യേകത കൽപ്പിക്കാൻ അടിസ്ഥാനപരമായി വല്ല വസ്തുതയുമുണ്ടോ? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അതെ, ഒരു പരിശുദ്ധമായ മാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് കടന്ന സമയമാണ്. മുഹറം മാസം പിറവിയെടുക്കുന്നതോടുകൂടെ ഒരു പുതിയ ആവേശവും പുതിയ സമീപനവുമാണ് നാം അതിനോട് കാണിക്കുന്നത്. അടിസ്ഥാനപരമായി ഇത് വളരെയേറെ അനിവാര്യമായൊരു വസ്തുതയും കൂടിയാണ്. മുഹറം മാസത്തിൻ്റെ വല്ല പ്രത്യേകതയുമുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ചില വിശേഷപ്പെട്ട വസ്തുക്കളുണ്ട്. ഉദാഹരണം, നാഖത്തുല്ലാഹി എന്ന് ഖുർആനിൽ കാണാം. അതൊരു വിശേഷപ്പെട്ട ഒട്ടകം, മഹാത്ഭുതമായിരുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതായിട്ടുണ്ട്. ഇതുപോലെ ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗേഹം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഒരു ഗേഹമാണ്. ഇതേപോലെ ഇസ്ലാമിക പ്രമാണികമായി നോക്കിയാൽ മാസങ്ങളിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു മാസമാണ് മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു ശുഹൂരി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ് റമളാൻ കഴിച്ചാൽ ഏറെ പ്രാധാന്യമുള്ള മാസമെന്ന്. ഇതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ ബഹുമതി, മഹത്വം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ വിശദീകരണം എന്നോണം ഈ മുഹറം മാസത്തിൻ്റെ ഒട്ടനവധി വിശേഷണങ്ങൾ, പ്രത്യേകതകളൊക്കെ ഹദീസുകളിലും മറ്റും വന്നതായിട്ട് കാണാൻ കഴിയും. ഇതുകൊണ്ടൊക്കെയാണ് മുസ്ലിം ഉമ്മത്ത് ഈ മാസത്തിന് പ്രത്യേകമായ ഒരു വിശേഷവും ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നത് എന്ന് കാണാവുന്നതാണ്. മറ്റൊരു വിഷയം, മുസ്ലിം കലണ്ടർ പ്രകാരം ഒരു വർഷാരംഭവും കൂടിയാണ് മുഹറം എന്നത്. അള്ളാഹു മാസങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് കാലം, കാലത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മാസങ്ങൾ. ഈ മാസങ്ങൾ അള്ളാഹുവിൻ്റെ രേഖയിൽ 12 മാസങ്ങളാണ്. അള്ളാഹു അതങ്ങനെ തന്നെയാണ് ഖുർആനിൽ അവതരിപ്പിച്ചത്. ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ രേഖയിൽ 12 മാസമാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വിഷയത്തിൽ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രമാണ് എന്നെടുത്ത് പറയുന്നു. ആ മാസങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ മുഹറം എന്നത്. ഇതുകൊണ്ടൊക്കെയാണ് സമുദായം മുഹറം മാസത്തിന് പ്രത്യേകമായ പരിഗണനയും ആദരവും ബഹുമാനവും ഒക്കെ കൽപ്പിച്ചു വരുന്നത്.